വയനാട് വൈത്തിരിയിൽ പോലീസും മാവോയിസ്റ്റുകളും തമ്മിലുണ്ടായ വെടിവയ്പിൽ പോലീസിന്റെ വാദം പൊളിയുന്നു. മാവോയിസ്റ്റുകൾ എത്തിയിട്ടുണ്ടെന്ന വിവരമറിഞ്ഞെത്തിയ പോലീസ് ആദ്യം വെടിയുതിർക്കുകയായിരുന്നുവെന്ന് ഉപവൻ റിസോർട്ട് മാനേജർ വെളിപ്പെടുത്തി. ആദ്യം വെടിവെച്ചത് മാവോയിസ്റ്റുകളാണെന്നായിരുന്നു പോലീസിന്റെ വാദം. എന്നാൽ മാവോയിസ്റ്റുകൾ പ്രകോപനാന്തരീക്ഷം സൃഷ്ടിച്ചെന്ന പോലീസ് വാദത്തെ തള്ളിയാണിപ്പോൾ റിസോർട്ടിലെ ജീവനക്കാർ രംഗത്തെത്തിയിരിക്കുന്നത്. ജലീലിന്റെ തലയ്ക്ക് പിൻവശത്താണ് വെടിയേറ്റിരിക്കുന്നത്. തലയ്ക്ക് പിറകിലേറ്റ വെടി നെറ്റി തുളച്ച് മുന്നിലെത്തിയെന്ന് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ പറയുന്നു. സംഭവ സ്ഥലത്തു നിന്നും ടർപ്പഞ്ചർ എന്ന തോക്ക് കണ്ടെത്തിയിട്ടുണ്ടെന്നും ഒരേ സമയം ഒരൊറ്റ ഉണ്ട മാത്രം ഉപയോഗിക്കാൻ സാധിക്കുന്ന തോക്ക് ഉപയോഗിച്ച് ആനയെ വരെ കൊല്ലാൻ സാധിക്കുമെന്നും റിപ്പോർട്ടിലുണ്ട്. ഈ തോക്കിൽ ഉപയോഗിക്കുന്ന 8 തിരകളും കണ്ടെത്തി. നിരവധി സ്ഫോടക വസ്തുക്കളും മാവോയിസ്റ്റ് സംഘത്തിന്റെ കയ്യിലുണ്ടായിരുന്നുവെന്ന് റിപ്പോർട്ടിലുണ്ട്. എന്നാൽ മാവോയിസ്റ്റ് സംഘത്തിന്റെ കയ്യിൽ AK-47 അടക്കമുള്ള മാരകായുധങ്ങൾ ഉണ്ടായിരുന്നെന്ന പോലീസ് വാദവും ഇപ്പോൾ പൊളിഞ്ഞിരിക്കുകയാണ്. പ്രകോപനമില്ലാതെ മാവോയിസ്റ്റുകൾക്ക് നേരെ വെടിയുതിർക്കുകയും കൊല നടത്തുകയും ചെയ്ത പോലീസിനെതിരെ കൊലക്കുറ്റത്തിന് കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നും ജലീലിന്റെ സഹോദരൻ CP റഷീദ് ആവശ്യപ്പെട്ടു. കേസിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടും കൊല്ലപ്പെട്ട ജലീലിന്റെ സഹോദരൻ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്.